നമ്മളുടെ ഏറ്റവും ഭൗതിക മസ്തിഷ്കമുള്ളത് മനുഷ്യരാണ്. മൃഗങ്ങൾ ഈ ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഫ്രോണ്ടൽ ലോബിൽ തന്നെ 2 ബ്രെയിൻ ഉണ്ട്. അതിന് നമുക്ക് ഇമോഷണൽ ബ്രെയിനും കോഗ്നിറ്റീവ് ബ്രെയിനും വയ്ക്കാം. ബ്രെയിൻ പറയുന്നത് ഒത്തിരി സയൻസ് ഒന്നുമില്ല. 2 കാര്യം, വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്രെയിനും ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്രെയിനും, ഇമോഷണൽ ബ്രെയിനും കോഗ്നിറ്റീവ് ബ്രെയിനും. അപ്പൊ നമ്മൾ ആദ്യം ഒരു കുട്ടിയെ ഡെവലപ്പ് ചെയ്യുന്നത് ഇമോഷണൽ ബ്രെയിനാണ്. ഇമോഷണൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഹോർമോൺസ് വന്നു തുടങ്ങി ടീനേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന് കിട്ടേണ്ടത് എന്താണ്? രസം, കളികള്, സന്തോഷങ്ങള്, അനുഭൂതികള് ഒക്കെയാണ് വേണ്ടത്. അത് നമ്മൾ അനുഭവിക്കൂ. നമ്മുടെ ലക്ഷ്യം കൊച്ച് LKG പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അവനെ എഞ്ചിനീയർ ആക്കണം, ഡോക്ടറാക്കണം, വലിയ വലിയ സ്വപ്നങ്ങളാണ് നമുക്കുള്ളത്. പക്ഷെ കുട്ടി ഈ ടീനേജിലേക്ക് വരുമ്പോഴത്തേക്കും അവനിഷ്ടം രസങ്ങൾ, കളികളും, ചിരികളുമാണ്. നമുക്ക് അത് ഇഷ്ടമാണ്. അത് ഇമോഷണൽ ബ്രെയിനിന്റെ നീഡ്സ് ആണ്. ഈ ഇമോഷണൽ ബ്രെയിനിന്റെ നീഡ്സിനെ സപ്രസ് ചെയ്തുകൊണ്ട് കോഗ്നിറ്റീവ് ബ്രെയിനിന്റെ നീഡ്സിനെ എൻഹാൻസ് ചെയ്യാനുള്ള ബാധ്യത, ഉത്തരവാദിത്തമാണ് നമ്മൾക്ക് പേരൻസിനും ടീച്ചേഴ്സിനും ഉള്ളത്. അത് എത്രമാത്രം ഇപ്പൊ കേരളത്തിൽ വിജയിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ വളരെ പരിതാപകരമാണെന്ന് പറയും. അപ്പൊ റോൾ മോഡൽ പേരന്റിങ് ചെയ്താലും നമ്മൾ എത്ര പാരമ്പര്യമുള്ള കുടുംബത്തിലാണെങ്കിലും നമ്മുടെ കുട്ടികൾ ട്രാക്ക് തെറ്റി ഓടുന്നത് നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡ്രഗ്സിലേക്കും പോക്സോ കേസുകളിലേക്കും നമ്മുടെ കുട്ടികൾ വഴിമാറിപ്പോകുമ്പോഴാണ് വളർത്തു ദോഷമാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ നമ്മള് വഴിപാട് ചെയ്യുന്ന പല രീതികളിലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ റോൾ മോഡൽ പേരൻസ് ആണ്. ചില കുട്ടികള് ആന്റി സോഷ്യൽ സാമൂഹിക പ്രവണതകളൊക്കെ കാണിച്ച് നമ്മളെ പ്രിൻസിപ്പളിന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ പേരൻസിനെ വിളിപ്പിച്ച് നോക്കുക, പേരൻസ് റോൾ മോഡൽ പേരൻസ് ആണ്. ആ പേരൻസിനോട് നമുക്ക് ഒന്നും പറയാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ഇമോഷണൽ ബ്രെയിനിന്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കുട്ടികൾ ശ്രമിക്കുമ്പോൾ അവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവരെ ഒരുമിച്ച് നിർത്തി അവർ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ഓരോ മിസ്റ്റേക്സിനെ നമ്മൾ ഹരാസ് ചെയ്യാതെ, ഇൻസൾട്ട് ചെയ്യാതെ, അവരെ ബാക്കപ്പ് ചെയ്യാതെ പറഞ്ഞാൽ അങ്ങനെ ഒരു പാരന്റിംഗ് കോഴ്സസ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പൊ ഓരോ കുട്ടികളും വ്യത്യസ്തരായതുകൊണ്ട് ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായ പാരന്റിംഗ് ടീച്ചിങ് മെത്തോഡോളജിയാണ് വേണ്ടത്. നമ്മളിതൊരു ടീച്ചർ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്ന് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം ഗ്രാസ്പിംഗ് പവർ, അറ്റൻഷൻ, ഇന്റലിജൻസ് ലെവല്, ഇമോഷണൽ ചലഞ്ചസ് ഒക്കെ എല്ലാ കുട്ടികളുടെയും വ്യത്യസ്തം ആയതുകൊണ്ട് ഓരോ കുട്ടികൾക്കും വളരെ വ്യത്യസ്തമായ പാരന്റിംഗ്, വ്യത്യസ്തമായ ടീച്ചിങ് മെത്തോഡോളജിയാണ് വേണ്ടത്.